ഹായ് ഓൾ, എൻ്റെ ടോപ്പിക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് നോക്കാം. എല്ലാ സ്റ്റുഡൻസിനും ഒരേ രീതിയിൽ തയ്യാറാക്കുകയും ഒരേ രീതിയിൽ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുന്ന ടെസ്റ്റാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ഒരു ഫിക്സ്ഡ് റൂൾസും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണ് ഈ ടെസ്റ്റ് ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഫൈനൽ യൂസിലേക്ക് പോകുന്നത്. അതിന് കാരണമെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് പ്രിപ്പയർ ചെയ്തു, എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ടാണ് അത് ഫൈനലിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഒരു ട്രൈ ഔട്ട് പോലെ കുട്ടികളിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നത്. അപ്പം കുട്ടികളുടെ അറിവും കഴിവുകളും ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടെസ്റ്റിൻ്റെ സ്റ്റെപ്സിനെ പറ്റി പഠിക്കാം. പ്രധാനമായും 5 സ്റ്റെപ്പാണ് ടെസ്റ്റിനുള്ളത്. ഒന്നാമത്തത് പ്ലാനിങ് ദ ടെസ്റ്റ്, 2 പ്രിപ്പറേഷൻ ഓഫ് ദ ടെസ്റ്റ് ഐറ്റംസ്, 3 ട്രൈ ഔട്ട് ഓഫ് ദ ടെസ്റ്റ്, 4 ഐറ്റം അനാലിസിസ്, ലാസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ദ ഫൈനൽ ടെസ്റ്റ്. അതിലൊന്നാമത്തെയാണ് പ്ലാനിങ് ദ ടെസ്റ്റ്. ഏതൊരു കാര്യം ചെയ്യാനും നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇവിടെ ഈ സ്റ്റേജിലും അത് തന്നെയാണ് നടക്കുന്നത്. ഈ സ്റ്റെപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടൻറ്റ് ഏരിയാസും ഈ ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും മാർക്ക് സിസ്റ്റവും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റെപ്പിൽ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആ സെലക്ട് ചെയ്തപ്പെട്ട എല്ലാ ടോപ്പിക്കിനും എല്ലാ ഒബ്ജക്റ്റീവ്സിനും പ്രോപ്പർ വെയിറ്റേജ് കൊടുക്കുന്ന രീതിയിൽ ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ഇമ്പോർട്ടൻ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ടെസ്റ്റിനായിട്ട് വേണ്ട ഒബ്ജക്റ്റീവ്സും കോണ്ടൻറ്റ് ഏരിയാസും മാർക്ക് ഷെഡ്യൂളിങ്ങും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ടെസ്റ്റ് ഐറ്റംസ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചു ഏത് കോണ്ടൻറ്റ് വേണം, എങ്ങനെ ഏത് മാർക്ക് ഷെഡ്യൂൾ വേണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചു. അതനുസരിച്ചിട്ട് ഇവിടെ എന്താണ്, ആ ഒബ്ജക്റ്റീവ്സും കോണ്ടൻറ്റും ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ഐറ്റംസ്, അതായത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലുമുള്ളതാകാം, ഒബ്ജക്റ്റീവ്സ് ടൈപ്പ് ആകാം, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ടൈപ്സ് ആകാം. ഒരേ ഒരു കാര്യമുള്ളൂ, ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്തു, സെക്കൻഡ് സ്റ്റേജിൽ പ്ലാനിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ട്രൈ ഔട്ട് ഓഫ് ടെസ്റ്റാണ്. അപ്പം നമ്മൾ ഫസ്റ്റിൽ പ്ലാൻ ചെയ്ത് സെക്കൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് ഇവിടെ ഒരു സെലക്ട് ആയിട്ടുള്ള സ്മാൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അവർക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ട്രൈ ഔട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രൈ ഔട്ട് അല്ലെങ്കിൽ പൈലറ്റ് ടെസ്റ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തു, ട്രൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുത്തു, അവരതിന് ആൻസർ ചെയ്തു. ആ ആൻസർ ചെയ്യുമ്പോൾ ആ കുട്ടികൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണോ ആൻസർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ആ ക്വസ്റ്റ്യൻസ് അൺക്ലിയർ ആണോ, ഈസി ആണോ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പം ഇവിടെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ ഈ ഒരു ടെസ്റ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നതാണ് ഐറ്റം അനാലിസിസ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ടെസ്റ്റ് ഐറ്റംസ് കുട്ടികളിൽ ട്രൈ ചെയ്ത് നോക്കി. ആ ട്രൈ ചെയ്ത ഈച്ച് ടെസ്റ്റ് ഐറ്റംസും സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അതെന്ന് വെച്ചാൽ എന്തിനാണ്? ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കുക. കുട്ടികൾ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ആൻസർ ചെയ്ത് ആ ആൻസറും ക്വസ്റ്റ്യൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കുട്ടികൾക്ക് മനസ്സിലായിട്ട് തന്നെയാണോ അതിന് ആൻസർ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഈച്ച് ക്വസ്റ്റ്യൻസും പവർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് വീക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ മോഡിഫൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതിനെല്ലാം ഇപ്പം മോഡിഫൈ ചെയ്തതിനെല്ലാം കൂടെ സെറ്റാക്കി എഫക്റ്റീവ് ഐറ്റംസിനെ മാത്രം ഫൈനൽ ടെസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കും. അതാണ് ഈ ഒരു 4th സ്റ്റെപ്പിൽ നടക്കുന്നത്. എന്നുവെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു, സെക്കൻഡ് സ്റ്റെപ്പിൽ പ്ലാൻ ചെയ്ത കോണ്ടന്റിനും ഒബ്ജക്റ്റീവിനും അനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. തേർഡിൽ ആ പ്രിപ്പയർ ചെയ്തപ്പെട്ട ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ ട്രൈ ചെയ്ത് നോക്കി. 4th സ്റ്റെപ്പ് വരുമ്പം ആ ട്രൈ ചെയ്ത് വിട്ട ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് എന്തെങ്കിലും വീക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എലിമിനേറ്റോ മോഡിഫൈയോ ചെയ്തിട്ട് എഫക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇതാണ് 4th സ്റ്റെപ്പ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ഫൈനൽ ടെസ്റ്റാണ്. അതായത് ബെസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തപ്പെട്ട ക്വസ്റ്റ്യൻസ് 4th സ്റ്റെപ്പിൽ നമ്മൾ സെലക്ട് ചെയ്തപ്പെട്ട ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് ഫൈനൽ യൂസിലേക്ക് സെറ്റാക്കുന്ന സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രം പോരാ, ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ, ക്ലിയർ ആയുള്ള ഇൻസ്ട്രക്ഷൻസ് വേണം. അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് വേണം. സ്കോറിങ് കീ വേണം, മാർക്കിംഗ് സ്കീം വേണം. അതെല്ലാം ഈ ഒരു സ്റ്റെപ്പിൽ പ്രിപ്പയർ ആകുന്നു. അപ്പോൾ അങ്ങനെ പ്രോപ്പർ ക്വസ്റ്റ്യൻസിൻ്റെ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് നടത്തി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും സ്കോറിങ് കീയൊക്കെ റെഡിയാക്കി ഈ ഒരു ടെസ്റ്റിനെ ഫൈനൽ യൂസിലേക്ക് ഇവിടെ പ്രിപ്പയർ ആക്കുന്നു. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. അപ്പം നമ്മുടെ 5 സ്റ്റെപ്പുകളുമായി. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ സ്റ്റെപ്പിലെന്ന് പറയുമ്പോൾ ഈ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള കോണ്ടൻറ്റ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മാർക്ക്, പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് വരുമ്പോൾ ആ പ്രിപ്പയർ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് കുട്ടികൾ ട്രൈ ചെയ്ത് നോക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കി ആവശ്യമായുള്ള കാര്യങ്ങൾ, വീക്ക് ക്വസ്റ്റ്യൻസിനെ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ട് എഫക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ ആ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻസിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് അതിലാവശ്യമായ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ട് ഫൈനൽ യൂസിലേക്ക് ആ ഒരു ക്വസ്റ്റ്യനെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ നല്ലോണം സെറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എല്ലാ സ്റ്റുഡൻസിനും യൂണിഫോമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത്. ഒബ്ജക്റ്റീവ് സ്കോറിംഗ് പ്രൊസീജിയേഴ്സാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. സയൻറ്റിഫിക്കലി കൺസ്ട്രക്റ്റഡ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഫൈനൽ യൂസിന് മുമ്പായിട്ട് അത് പ്രീ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ. അതെന്തിനെന്ന് വെച്ചാൽ നമുക്കറിയാം, അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളൊക്കെ മനസ്സിലാക്കാനാണ്. പിന്നെ ഫിക്സഡ് ടൈമും ഫിക്സഡ് റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റെപ്സിൽ നിന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്സും നമുക്ക് ഓൾറെഡി അതിൻ്റെ പേരിൽ വെച്ച് തന്നെ സ്റ്റെപ്സ് എഴുതാൻ പറ്റും. സിമ്പിൾ ടോപ്പിക്കാണിത്. അടുത്തതാണ് എക്സാമ്പിൾസ് ബ്രോഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും IQ ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പേഴ്സണാലിറ്റി ടെസ്റ്റും ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്.